ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറെന്തൊക്കെ വിശേഷം? സുഖാണോ? ഡോക്ടറെ അടുത്തേക്ക് പോവാണ്. ഫാറ്റി ലിവറിൻ്റെ നോക്കാണ്ട് പോവാണ് കേട്ടോ. എന്താണ് ഉള്ളത്? എനിക്ക് പൂവുണ്ട്. അവനക്ക് പൂവുണ്ടാവില്ലടാ പള്ളക്ക്. അങ്ങനെ നമ്മൾ മക്കളെ ഇതാ പോയി കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എഡിറ്റ് ചെയ്യാണ്. എഡിറ്റ് ചെയ്യുന്ന എന്താ വെച്ചാൽ കാറിൽ പാട്ട് വെച്ചിട്ടുണ്ട്. വെക്കണ്ട പറഞ്ഞാൽ വെക്കൂല, എന്നാലും ഓരോരു സന്തോഷമല്ലേ, വെച്ച് പോയിക്കോട്ടെ. ഞാൻ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫാറ്റി ലിവറിൻ്റെ എത്രയായി നോക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഫാറ്റി ലിവർ കാണിച്ചാലൊരു സമാധാനമുള്ളൂ. അങ്ങനെ എല്ലാ മാസവും ഇവിടെ വന്ന് ഇങ്ങനെ നോക്കുന്ന പണിയാണ്. പക്ഷേ നോക്കിയിട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇളക്കമില്ല. ഫാറ്റി ലിവർ രണ്ടുമ്പോൾ തന്നെ അങ്ങനെ നിൽക്കും. അങ്ങനെ ആയിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് നോക്കാമെന്ന്. അങ്ങനെ ആയിട്ട് രണ്ടാമതും വന്നതാണ്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ മാതിരി TV ഉണ്ട്, മ്യൂസിക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ സംസാരിച്ചേ വിട്ടോളൂ. അല്ലാണ്ട് വർത്താനം പറയുന്നതൊക്കെ ഇതിൽ നമ്മൾ മ്യൂസിക് വല്ലതും കേട്ടാൽ കുഴപ്പമാണല്ലോ വെച്ചിട്ടാട്ടോ മക്കളെ ഞാനിങ്ങനെ സംസാരിച്ച് വിടുന്നത്. വേറെന്താ വിശേഷം? സുഖമാണ് എല്ലാവർക്കും. സുഖമായിരിക്കട്ടെ, സുഖം സമ്മാനം സന്തോഷമായിരിക്കട്ടെ. ഇത് മുൻഭാഗം നിന്നിട്ട് കാണുന്ന റോഡാണ്. റോട്ടുമ്പോൾ തന്നെയാണിത്. വണ്ടിയിൽ വരാനോ പോകാനോ പ്രശ്നമില്ല. ഒരു ചർച്ചാണ്, ക്രിസ്ത്യൻ പള്ളി ചർച്ചാണ് അപ്പുറം കാണുന്നത്. ഇപ്പോൾ കറണ്ടൊക്കെ തൊട്ടടുത്തായിട്ടാണ്. വേറെന്താ വിശേഷം? ഇത് കാണിച്ച് മടുത്ത്. ഏത് കാലമാണ് ഇതൊന്നും മാറി കിട്ടുകയെന്നറിയില്ല. എന്താണെന്നറിയോ, ഈ കരളത്തിൻ്റെ അവിടുന്ന് ഭയങ്കര വേദനയാണ്. പുഴുത്തളക്കണ മാതിരിയുള്ള വേദന വരും ഫാറ്റി ലിവർ കൂടിയാൽ. എല്ലാവരും മാറ്റി തരട്ടെ. നിങ്ങളെല്ലാവരും ദുആ വേണം, ദുആരിക്കുക. എല്ലാവരും ദുആവെ മാറ്റി തരട്ടെ. സ്റ്റേജ് കയറാനാ മതി. ഒന്നും നമ്മളെ മോനക്ക് തിരെ വെയ്യട്ടാ മക്കളെ. എന്നെ കാണിക്കാൻ വേണ്ടി വന്ന് അവിടുന്ന് കുട്ടിച്ചൊക്കെ ചോറും തന്നു. അതാ 1-2 ഛർദിച്ചത്. അങ്ങനെ പോകും വിചാരിച്ച്. പിന്നെ വായൊക്കാണ്ട് ഛർദിക്കുക. മോന് ലൈസ് തിന്നിട്ടാണ്. ഒരു മക്കളും ബുദ്ധിയും വിവരമുള്ളവർ മക്കളെ ലൈസൊന്നും വാങ്ങിക്കൊടുക്കലിന്. ചിലപ്പോൾ തിന്നണാക്കണൊക്കെ തന്നെയാണ്. എന്ത് പറ്റിയെന്ന് അറിയുന്നില്ല. ലൈസാണോ അതിൻ്റെ കാരണം? അവിടുന്ന് പരിശോധിച്ചപ്പോൾ പറയാണ് ലൈസും വേറെ എന്തൊക്കെയോ ചിപ്സുകളുണ്ടല്ലോ. ഒക്കെ ഇനി കുട്ടികളെ ശ്രദ്ധിക്കണം നമുക്ക്. ഇനി എല്ലാവരും മക്കൾക്കും നമ്മളെ മക്കൾക്കും അതിലൊക്കെ നമ്മളെ മക്കൾ തന്നെ അതാവ് കാത്തിരക്ഷിക്കട്ടെ. കുറേ നെലിയും പിളിയൊക്കെ ഉണ്ടാക്കി, ആർപ്പും പിളിയൊക്കെ ഉണ്ടാക്കി ഇതാ കൈയൊക്കെ കുത്തിയതാക്കിയിട്ട് അപ്പോൾ പാവം അങ്ങനെ ക്ഷീണിച്ച് കിടക്കുകയാണ് പാവം. എന്താ ചെയ്യുക? എല്ലാവരും കാത്തിരക്ഷിക്കട്ടെ പഠിച്ചവന്. മക്കളെ നമ്മൾ ഇതാ എൻ്റെ കുട്ടിയൊക്കെ എടുത്തിന്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമുക്ക് പോകാം. അങ്ങനെ ഇങ്ങനെ ഇതാ ഇവിടെ ഇങ്ങനെയുള്ള സമയം ഇങ്ങനെ ഒഴിച്ചും കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോവും. നല്ല വൃത്തിയൊക്കെയാണ് കേട്ടോ ഇവിടെ. നല്ല സൗകര്യമാണ്, നല്ല വൃത്തിയാണ്. എന്തേ മോനെ? കത്തിക്കാൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ? മാറിയില്ലേ? അൽഹംദുലില്ലാ. ഇനി നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഡോക്ടർ ഒന്നും കൂടെ കുറച്ച് കഴിഞ്ഞിട്ട് പരിശോധിച്ചാൽ നമുക്ക് പോവട്ടോ. സമാധാനമായി. എൻ്റെ കുട്ടി എന്തോ ബേജാറായിപ്പോയി കിടക്കണുണ്ടിട്ട്. തിന്നോ? കിട്ടിയാതിന് പോയിക്കൊക്കെ എന്തൊക്കെയാലും സമാധാനം. എന്നത്തിൻ്റെ മീനൊക്കെ തിന്നണ്ട. ലൈസ് വേണം പറയാ. എന്നോട് ലൈസ് വേണം പറയാ. വേണ്ട മതിയായി തിന്നത് മതിയായി. നമ്മളിതാ പോവാനായി. നമ്മൾ മോനൊക്കെ ഇതാ ഡിസ്ചാർജ് ചെയ്യാനായി. ഭക്ഷണം കഴിക്കാണ്. ഭക്ഷണമല്ല, ചായ. അവൻ ചുരുക്കി നോക്കും. കോഫി അങ്ങനെ മക്കളെ എല്ലാവരും ഇനി ശ്രദ്ധിക്കുക. നമ്മളെ ലോകത്തിലൊരു മക്കൾക്കും എൻ്റെ മക്കൾക്കാർക്കും ഇങ്ങനത്തെ ഒരു ഇത് ഇല്ലാണ്ടിരിക്കട്ടെ. കണ്ട് സഹിക്കാനില്ല. ഛർദിക്കിനെ കാണുമ്പോഴേ വെറും മഞ്ഞ നീര്.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.